നമസ്കാരം എല്ലാവർക്കും. പിന്നെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഒരു വലിയൊരു പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന പോലത്തെ വലിയൊരു പെട്ടി. അപ്പം ഞാനിപ്പോൾ നേരെ പോകുന്നത് കൊറിയർ ഓഫീസിലേക്കാണ്. കൊറിയർ ഓഫീസിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണം. എവിടുന്ന് വന്നതാണ്, ആരാണ് അയച്ചത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഏകദേശം ഒരാഴ്ചയായിട്ട് ഞാനൊരു ബോക്സിനോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഈ വണ്ടി ഇങ്ങനെയാണ്. വളരെ സ്പീഡ് കുറച്ചിട്ട് 10 മീറ്റർ സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ കുട്ടി ഫാൻസ് ആയിട്ട് ഈ വണ്ടിയുടെ സൗണ്ട് ഒക്കെ പുറത്ത് വരും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നമുക്ക് വീടല്ല, നേരെ ആദ്യം കൊറിയർ ഓഫീസിൽ പോകാം, സാധനം എടുക്കാം. സാധനം എടുത്തിട്ട് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്ത് പോകുന്നത് കൊറിയർ വാങ്ങാൻ? ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഈ വണ്ടിക്ക് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആക്സസറിയാണ് വരുന്നത്. കാണാം. ആരും സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് വരെ എന്താ സംഭവം നോക്കാനൊന്നും പാടില്ല. അതെല്ലാം കള്ളക്കളിയാണ്. എന്നാൽ രസം പോകും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണും കേട്ടോ. എന്നാലേ ആ ഒരു രസമുള്ളൂ. അതല്ലാതെ വേഗം സ്കിപ്പ് ചെയ്ത് നേരെ പോയി എന്താണ് ഗിഫ്റ്റ് നോക്കിയിട്ട്, അല്ല എന്താണ് പെട്ടി പിടിക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അത് പിന്നെ കാണുമ്പോൾ ഒരു രസമില്ല. നമ്മളാ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് കാണും, എന്നാലും ആ ഒരു ത്രില്ല് വരും. തുടങ്ങിയിട്ടാ കുണ്ടും കുഴിയും കട്ടറുള്ളൊരു റോഡാണ് കേരളം. കുണ്ടും കുഴിയുമുള്ള കേരളം, ഗർഭം കലക്കി റോഡുള്ള കേരളം. ഈ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സങ്കടം ഇവിടെ എത്തുന്നു. കാരണം ഈ സാധനം വണ്ടി ഓഫായി പോയി വരുന്നത് എല്ലാവരും ഇവരൊരു സൈസ് നോട്ടം നോക്കുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ കൊറിയർ കമ്പനി ഉള്ളത്. ഇറങ്ങാം. ഇവിടെ ഏതൊരു ബോക്സ് താഴെയല്ല, അത്രക്കും വലുതാ? ഇല്ല കണ്ടില്ല. അപ്പോൾ പക്ഷേ ബൈക്ക് കയറില്ലല്ലോ. അത് കുഴപ്പമില്ല, ബൈക്ക് കയറട്ടെ. നേരം പോക്ക് വരെ പോയാൽ മതി. സംഭവം അത് സാനിറ്റൈസ് ചെയ്യുമോ? മുംബൈയിൽ നിന്നെല്ലാം വരുന്ന മുതലല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അല്ല ഞാൻ ക്ലോറിൻ എടുത്ത് സൈൻ ചെയ്യണോ? വേണ്ട, ഓക്കെ അല്ലേ, ഫൈൻ. അല്ല കാര്യം അപ്പം നാളെ വേറെ ആളും പറിച്ചിട്ട് ഞാൻ മേടിക്കാൻ വന്നു ചെയ്യാം. എൻ്റെ മോനെ ഇതാ മുതൽ. ഓക്കെ, അതിനെ എടുത്തോ. ബൈക്കിൻ്റെ ബേക്കിൽ വെച്ചാലോ? ആ ബേക്കിൽ വെക്കാറോ. ഭയങ്കര വെയിറ്റാ, 15 കിലോ വില ഉള്ളൂ. ഓ, അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? എൻ്റെ ബെനലി ഇപ്പം മിക്കവാറും എൻ്റെ മടലെടുത്തിറങ്ങി. അത് മിഞ്ഞാന്നതിൽ ഫുള്ള് പെട്ടി കാലാങ്കി പോയ സമയത്ത് മറ്റേ ഇതൊക്കെ എടുത്തു നമ്മളെ, മറ്റേ പച്ചക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതെങ്ങനെയാ പഠിച്ചോണേ, ഞാൻ ഇത് കൊണ്ടുപോവാ. നിങ്ങൾ ഓടുന്നില്ല? ആളുണ്ടോ? അതോ ഓടുന്നയാ? ആന്നല്ലേ, എപ്പോഴാണ് ശ്രദ്ധിച്ചേ? ക്ലാസ് ലൂസായിട്ടുണ്ടല്ലോ. ടൈറ്റാക്കാം.
നേരം പോക്കില് ഇത് നമ്മളെ സൈഷാറിൻ്റെ വീട്ടിലേക്ക് എടുക്കുവോ? മറ്റേ ഈ ആ നേരം പോക്കിലില്ലേ പുതിയൊരു ഇത് തുടങ്ങിയിട്ടില്ലേ ഫർണിച്ചർ ഷോപ്പ് നമ്മളെ ഇവിടെ അമ്പലത്തിലേക്ക് പോകുന്ന റോഡിൽ. ഛേ എൻ്റെ ബേക്ക് പിടിച്ചോ. നിങ്ങളെന്നെ ബേക്ക് പിടിച്ചോ. വാ അത് ചില സമയത്ത് അങ്ങനെയാ കേട്ടോ. എന്നുവെച്ചാൽ ഒന്നും കിട്ടൂല. ഞാൻ മൂപ്പരോട് പറഞ്ഞ അഡ്രസ്സ് മൂപ്പർക്ക് മനസ്സിലാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മതി. ആ വരൂ. ഈർത്തം വരെ വരാൻ വേണ്ടിട്ടാ ഞാൻ ബബ്ബാക്കിയേ. സ്ഥലം എനിക്ക് മനസ്സിലാകണ്ടേ? ഇല്ലപ്പോ ചില്ലറ മതി, കുഴപ്പമില്ല. ശരി. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇവനെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ഇതെൻ്റെ വണ്ടീൻ്റെ മുകളിലുള്ള പ്രൊഡക്റ്റാണ്. അപ്പ് തന്നെ വേണം, എന്നാൽ മാത്രമേ ഈ സാധനം നടക്കൂ. വേറെ എവിടെയും കൊണ്ട് കയറ്റിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കണ്ണൂരിലും പോകേണ്ടി വരും. പിന്നെ ചിലപ്പോൾ എക്സോസ്റ്റിലുള്ള മാറ്റേണ്ടി വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ആശാനിതാ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്ക് ഗൾഫ് പൊട്ടിച്ച് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അവൻ്റെ വീട്ടിൽ ആരും ഗൾഫില്ലല്ലോ. നമ്മളെ വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഗൾഫുകാരിലുണ്ട്. നമുക്ക് പെട്ടിയെല്ലാം പഠിച്ചിട്ട് ഭയങ്കര ശീലമാണ്. വാട്ട് ഈസ് ദിസ് മാൻ? പൊട്ടിക്കും കത്തി എടുത്ത് മുറിച്ചായിടോ. കത്തി എടുക്കാൻ പോട്ടെ. മേലെ പോകാൻ മടിയിലുണ്ടാന്ന് വിരലിനെ കൊണ്ട് ആക്കുന്നത്. അപ്പോൾ കയറിലാക്കണ്ട. കാരണം ഇത് പാക്ക് ചെയ്തതാരാന്ന് അറിയോ? നമ്മുടെ നീലേഷ് ഭായ് ആണ്. മുംബൈയിലുള്ള നീലേഷ് ഭായ് അറിയില്ലേ? എൻ്റെ ഒരു കേരള ടു കാശ്മീർ വീഡിയോ കണ്ട് നീലേഷ് ഭായ് ആട്ടോ ഇത് പാക്ക് ചെയ്തത്. അപ്പം മൂപ്പർ ഒരു ദിവസം കഷ്ടപ്പെട്ട് പാക്ക് ചെയ്താണ്. ഇവന് കത്തിയില്ലാണ്ട് ഇവനിക്ക് ഒന്നാലും ഈ സാധനം ഓപ്പൺ ആക്കാൻ പറ്റില്ല. അജാത് പാക്കിങ്ങാണ്. ഇവിടെ കത്തി ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ടത് അപ്പോൾ അല്ല, പണി സ്പീഡായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിക്കില്ല എന്താണ് അകത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. നടുവിലേക്കൂടെ വരയിട്ടുണ്ട്, അത് മുറിച്ചെടുത്ത്. ഇതാണ് സാധനം. നിങ്ങൾ വിചാരിച്ച വില തിന്നാനോ കുടിക്കാനുള്ള സംഭവം അല്ല കേട്ടോ. നമ്മളെ ഈ വണ്ടിൻ്റെ സൈഡ് ബോക്സാണ് ഇതാ ഞാൻ ഈ പൊട്ടിക്കുന്നത്. പുതിയതല്ല, പഴയതാണ്. കാരണം പുതിയതിന് ഏകദേശം 10,000-70,000 രൂപ വിലയുണ്ട്. ഞാനിത് എടുത്ത വില ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ OLX വഴി എടുത്ത മുതലാണ്. മൊത്തം പറഞ്ഞല്ലോ കേട്ടോ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിക്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ലെഫ്റ്റും റൈറ്റും ഓരോന്നുണ്ട്. അതിൻ്റെ താക്കോലുണ്ട്, പെട്ടിയിലുള്ള അതിൻ്റെ ക്ലാമ്പുകളുണ്ട്. വാ, സന്തോഷമായി കേട്ടോ. അത് റൈറ്റ്, ഇത് ഈ സൈഡ്, അത് അപ്പർ സൈഡ്. ആ, അതിനുള്ളിൽ മുറിച്ചൊക്കെ അതിനുള്ളിൽ ക്ലാം ഉണ്ടാവും. ആ വെള്ള സാധനം കട്ടിയോട്ടെ, അതിനുള്ളിൽ ക്ലാം ഉണ്ടാവും. ഫിറ്റ് ചെയ്യേണ്ട ക്ലാമ്പില്ലേ, ക്ലാമ്പ് അതിനുള്ളിലുണ്ടാവും. അതിപ്പോൾ ക്ലാമ്പ് നമ്മൾ കയറ്റി കേട്ടോ. കയറ്റി ജസ്റ്റ് ടച്ചപ്പ് ഒക്കെ. അത് വേറെ നെട്ട് ആവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് വേറെ നെട്ട് ബോട്ടിൽ വാങ്ങിയിട്ട് വന്നു. ഇതിപ്പോൾ എത്ര എണ്ണം വരുമെന്ന് വെച്ചാൽ ഒരു നെട്ട് ഇവിടെ വരും. ഇതിൻ്റെ ഇവിടെ ഒരു നെട്ട് വരും. പിന്നെ ഈ ഭാഗത്തായിട്ട് നെട്ട് വരും കേട്ടോ. പിന്നെ ഇവിടെ ഒന്ന് വരും. പിന്നെ ഇതിന് ഇവിടെ ഒരു ജോയിൻറ്റിനെ കാണുന്നുണ്ട് ഇവിടെ. എനിക്കൊന്നും ഇത് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടി ഈ ഭാഗത്തായിട്ട്. അപ്പം ഇപ്പുറം നല്ല ടൈറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ബോക്സ് കയറ്റി നോക്കാം.
ഇതാ അവൻ്റെ വൈഫാട്ടാ. നമ്മൾ രണ്ടാളും ക്ലാസ്മേറ്റ്, ലവ് മാരേജ്. ഓൾമോസ്റ്റ് എത്ര വീട്ടിൽ 10 എത്ര കൊല്ലായി? 10 കൊല്ലമായിട്ടില്ലേ പ്രണയ വിവാഹം. 2ാം ക്ലാസ്സിലാണ് 3ാം ക്ലാസ്സിലാണ് ഇവിടെ കൃഷ്ണൻ മറ്റേ ശ്രീകൃഷ്ണൻ എനിക്ക് കൃഷ്ണൻ കെട്ടാൻ പോയത്. രണ്ടും അന്നേരം പ്രണയിച്ചതാ. സോ അങ്ങനെ നമ്മൾ 2 ക്ലാമ്പും നമ്മൾ ഫിറ്റാക്കി കേട്ടോ. ഈ 2 ക്ലാമ്പില്ലേ, ക്ലാമ്പ് 2 നമ്മൾ ഫിറ്റാക്കിയിട്ടുണ്ട്. ക്ലാമ്പ് കയറുമ്പോൾ തന്നെ വണ്ടീൻ്റെ ബാക്ക് സൈഡ് കാണാനൊരു മൊഞ്ച് കൂടിയിട്ടുണ്ട് കണ്ടുകൾ. പിന്നെ നമുക്ക് ആ ബോക്സ് കയറ്റി വെക്കാം. നമുക്ക് എക്സോസ്റ്റിന് തട്ടുമെന്നുള്ള പേടിയുണ്ട്, തട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് അല്ലേ. നമുക്ക് ആ ബോക്സ് കയറി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് എടുത്ത് മാറ്റാം കേട്ടോ. ഈ ക്ലാമ്പ് ഉണ്ടോ, ഇതാണ് ഇതിനോട് കണക്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് വെച്ചിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ഈ താഴത്തെ ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ടോ വെക്കുക, അവിടെ കൊടുത്ത് പുഷ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ കഷ്ടപ്പാടെടുത്ത്, കാരണം അതിനിടയിൽ ഒരുപാട് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. ഇത് കയറ്റി ഇത് വെക്കുക, പ്രസ് ചെയ്യുക, ഇതിവിടെ ലോക്കാക്കിയിട്ട് പ്രസ് കൊടുത്തു കേട്ടോ. വളരെ സിമ്പിളായിട്ട് അങ്ങനെ സാധനം കയറിയിട്ടുണ്ട്. വണ്ടി ഇപ്പം ഷബീർ പറഞ്ഞത് മറ്റേ പാണ്ടിലോറി പോലെ ആയിരുന്നു പറഞ്ഞു, അത്രയും വീതി ഓടിയിട്ട് കേട്ടോ. കാരണം ഇപ്പോൾ 2 സൈഡും നമുക്ക് എന്ത് ലഗേജ് വേണം കയറ്റാൻ പറ്റും. ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു. ഒരു കുഴപ്പമില്ല, ട്രാഫിക്കിന് വെല്ലാണ് കഷ്ടപ്പെടും കണ്ടോ. പിന്നെ പലർക്കും ഇതിൻ്റെ എക്സോസ്റ്റ് തട്ടുന്ന സംശയമുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, കാരണം എക്സോസ്റ്റ് ഇത്ര ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ കുഴിയിലൊക്കെ ചാടിങ്ങനെ തുള്ളുമ്പോൾ പോകുന്ന ആ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കും, തട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് കുറച്ച് താഴ്ത്തും കേട്ടോ, വേറെ വഴിയില്ല. കാരണം ടയറും മഡ്ഗാർഡും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇത് മൊത്തത്തിൽ താഴുന്ന ഭാഗമാണ്, അതായത് വണ്ടി താഴുമ്പോഴില്ലേ ഈ സപ്പോർട്ട് ഇവിടെയല്ലേ ഉള്ളത്, ഈ സാധനം താഴുന്നതാണ്. അതായത് ഇതും ഒന്നിച്ചല്ലേ താഴുള്ളൂ. അപ്പൊ ഒരിക്കലും അങ്ങനെ മറ്റേ വണ്ടിയുടെ ഇത് പൊങ്ങുന്ന പോലെ തട്ടില്ല. ഓക്കെ, ശരിയാ. അത് ശരിയാ കേട്ടോ. അപ്പൊ പിന്നെ തട്ടുന്ന പേടിയില്ല. ഓക്കെ, അപ്പം എന്താ പറയാ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 1.5 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട്, ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല, ഇനി പൊറുപ്പായിട്ട് തിന്നണം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് നല്ല എപ്പിസോഡായിട്ട് നല്ല വീഡിയോസായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.